പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഹോസ്പിറ്റൽ വാസമെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേവേനെ തിരിച്ച് അനന്തപുരി വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ നയന ഇല്ലാത്തത് കൊണ്ട് തന്നെ നയനെ കാണാത്തത് ഒത്തിരി ആശ്വാസമാണ് തനിക്ക് എന്നൊക്കെ പറഞ്ഞ് ദേവേനെ എല്ലാവരോടും ഇങ്ങനെ പറയും. നയന അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആദർശ് നയനെ കാണാൻ വേണ്ടി നന്ദാവനത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞ ഉടനെ തന്നെ ദേവേനക്കത് വല്ലാത്ത ദേഷ്യം വരും. ഏതാണെങ്കിലും അവൻ അവളെ അവിടെ പോയി കണ്ടാൽ മതി, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നില്ലല്ലോ, അത്രയും സമാധാനം അത്രയും ആശ്വാസം എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ആശ്വാസപ്പെടട്ടെ ദേവയാനി. തന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആദർശ് നയനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാത്തത് എന്നായിരിക്കും ദേവേനി വിചാരിക്കുന്നത്. നയന ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പതിയെ പതിയെ ആദർശിനെ പറഞ്ഞു മാറ്റിയെടുക്കാം, നയനയിൽ നിന്നും ആദർശിനെ അടർത്തിയെടുക്കാം എന്നൊക്കെ ചിന്തിക്കാത്ത ദേവയാനി. എങ്ങനെയെങ്കിലും തന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് നയനെ ഒഴിവാക്കണം. എന്നിട്ട് അനാമികയെ പോലെ നല്ലൊരു പെൺകുട്ടിയെ തന്നെ തന്റെ മരുമകളായിട്ട് ആദർശിന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ തീരുമാനിക്കണ്ടോ ദേവയാനി. എന്നിട്ട് ദേവേനി പെട്ടെന്ന് തന്നെ തന്റെ ഫ്രണ്ടിനോട് ഈ കാര്യം പറഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തായിരിക്കും തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്ന് കാണുന്നത്. ഷെടാ, എന്റെ ഫോണിലെ ചാർജ് തീർന്നല്ലോ, ഇനി ഞാൻ എങ്ങനെ അവളെ വിളിക്കും, ഫോണിന്റെ ചാർജർ എവിടെയെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചാർജർ ചുറ്റും തിരയാട്ടോ ദേവയാനി. എന്നാൽ ചുറ്റും നോക്കുന്ന സമയത്തൊന്നും അവിടെ ഫോണിന്റെ ചാർജർ കാണാത്തത് കൊണ്ട് തന്നെ ഇനി ആദർശിന്റെ റൂമിൽ പോയിട്ട് അവന്റെ ചാർജർ എടുക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചാർജർ എടുക്കാൻ വേണ്ടിയിട്ട് ദേവേനി നേരെ ആദർശിന്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് ആദർശാണെങ്കിൽ നയനെ കാണാൻ വേണ്ടിയിട്ട് നയനയുടെ വീട്ടിലേക്ക് നന്ദാവനത്തിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ദേവേനി ആദർശിന്റെ മുറിയിൽ കയറിക്കൊണ്ട് തന്നെ ചാർജർ തിരയുന്നുണ്ടെങ്കിലും എത്ര തിരഞ്ഞിട്ടും ആദർശിന്റെ ചാർജറൊന്നും ദേവേനിക്ക് കിട്ടുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് ദേവേനി മുറിയിൽ കാണാത്തത് കൊണ്ട് തന്നെ ജയൻ ദേവേനെ തിരഞ്ഞുകൊണ്ട് തന്നെ ആദർശിന്റെ മുറിയുടെ അവിടേക്ക് വരുന്നുണ്ട്. ദേവേനി, നിന്നെ ഞാൻ എവിടെയെല്ലാം തിരഞ്ഞു, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ ജയൻ ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറയുന്നത്, അത് പിന്നെ ജയേട്ടാ, എന്റെ ഫോണിലെ ചാർജ് കഴിഞ്ഞു, ഞാൻ ആദർശിന്റെ ചാർജർ എടുക്കാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് വന്നതാണെന്ന് പറയും. എന്റെ ഫോണിലെ ചാർജർ തീർന്നപ്പോൾ ചാർജർ ഒന്നും അവിടെ കാണുന്നില്ല, എന്നാ പിന്നെ ആദർശമോന്റെ ചാർജർ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആദർശമോന്റെ മുറിയിലേക്ക് വന്നത്. ഷോ, എന്നിട്ടും ഇത് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് അങ്ങനെ തെരയായിരിക്കട്ടെ ദേവയാനി. എടോ, നിന്റെ ചാർജർ എവിടെ പോനാ, അത് നമ്മുടെ റൂമിൽ എവിടെയെങ്കിലും കാണുമെന്നിങ്ങനെ ജയൻ പറയുന്ന സമയത്തിന് ദേവേനെ പറഞ്ഞിട്ട്, ഇല്ല ചേട്ടാ, ഞാൻ അവിടെ എല്ലാം നോക്കി, എന്റെ ചാർജർ കാണാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയും. നിന്റെ ചാർജർ അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും, ഏതായാലും തൽക്കാലം നീ ആദർശ് ചാർജർ എടുത്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ചേർന്ന് ആദർശിന്റെ ചാർജർ ആദർശിന്റെ മുറിയിലൊക്കെ അങ്ങനെ തിരയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്തിന് ഓഫീസിൽ നിന്ന് ജയന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നതോടുകൂടെ തന്നെ ജയൻ അവിടെ നിന്നും കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് അങ്ങ് പോകും. അങ്ങനെ ജയൻ പുറത്തു പോയിട്ട് ഫോൺ ചെയ്യുന്ന സമയത്താണെങ്കിലും ദേവേനെ അവിടെ എല്ലാം തന്നെ ആദർശിന്റെ മുറിയിലെല്ലാം തന്നെ ചാർജർ തിരയാണ്. ചുറ്റും നോക്കിയിട്ടൊന്നും ചാർജർ കാണാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഷെൽഫെല്ലാം തുറന്ന് അതിന്റെ അകത്തൊക്കെ ചാർജർ തിരയുന്നുണ്ട്. എന്നാൽ ഷെൽഫ് തുറന്നു നോക്കുന്ന സമയത്തിന് നയനയുടെ ഡ്രസ്സെല്ലാം അടുക്കി പെറുക്കി വെച്ചതെല്ലാം കാണുന്ന സമയത്ത് ദേഷ്യം വന്ന് ദേവേനി അതെല്ലാം തന്നെ വലിച്ചങ്ങ് താഴേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് തിരിയുന്ന സമയത്തായിരിക്കട്ടെ അപ്രതീക്ഷിതമായിട്ട് അവിടെ ഒരു ഡയറി ഇരിക്കുന്നതായിട്ട് ദേവയാനി കാണുന്നത്. ഇതെന്താ ഡയറിയോ, ആദർശൻ അങ്ങനെ ഡയറി എഴുതുന്ന ശീലമൊന്നുമില്ലല്ലോ. എന്നിട്ട് ദേവയാനി ആ ഡയറി എടുത്തിട്ട് ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്തായിരിക്കട്ടെ അത് നയനയുടെ ഡയറിയാണ് എന്ന കാര്യം ദേവയാനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ദേവയാനി ആ ഒരു ഡയറി ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്തിന് ആ ഡയറിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാലോ, ഇവൾക്ക് ഡയറി എഴുതുന്ന ശീലമൊക്കെയുണ്ടോ, എന്താണെങ്കിലും ഇവൾ ഇതിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കണം. അനുവാദമില്ലാതെ മറ്റാരുടെയും ഡയറി വായിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ശീലമല്ല, എന്നാലും ആ നാശം പിടിച്ചവൾ ഇതിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് എന്നറിയാലോ. ഇവളുടെ ഈ ഡയറി എന്റെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇതിൽ എന്തൊക്കെയാണെന്നറിയാതെ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ഇത് വായിച്ചു കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദേവേന് നേരെ ആ ഒരു ഡയറിയും എടുത്തുകൊണ്ട് നേരെ ദേവേന്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ മുറിയിലേക്ക് എത്തിയതിനു ശേഷം ദേവേന് നേരെ ബെഡിലിരുന്നു കൊണ്ട് തന്നെ നയനയുടെ ആ ഒരു ഡയറി ഇങ്ങനെ വായിക്കാൻ തുടങ്ങും. ആദ്യം തന്നെ നയനയുടെ ആ ഒരു ഡയറി തുറന്നു നോക്കുന്ന സമയത്തിന് നയനയുടെ ഫോട്ടോയും അതുപോലെ തന്നെ അച്ഛന്റെ കൂടെ ജോലി ചെയ്തതും പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. എന്നാൽ നയന വളരെയധികം മനോഹരമായിട്ട് തന്റെ ജീവിതശൈലിയെക്കുറിച്ചും ഓരോ കാര്യങ്ങളെല്ലാം എഴുതിയതെല്ലാം വായിക്കുന്ന സമയത്ത് ദേവേനിക്ക് വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത്. പിന്നീട് അങ്ങനെ കുറച്ചുകൂടെ ഏടുകൾ മറിച്ച് നോക്കുന്ന സമയത്തായിരിക്കും വിവാഹ തീയതി എഴുതിക്കൊണ്ട് തന്നെ ബാക്കി വരികളെല്ലാം തന്നെ നയന എഴുതിയിരിക്കുന്നതായിട്ട് കാണുന്നത്. വിവാഹ തീയതിയുടെ അന്ന് നയൻ എങ്ങനെ കുറിച്ചു വെച്ചിരിക്കുന്നു, ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എന്റെ വിവാഹം നടന്നത്, ഇന്ന് എന്റെ വിവാഹമാണ് നടക്കുന്നതെന്നോ ചേച്ചിയുടെ സ്ഥാനത്തേക്ക് ഞാൻ വരുമെന്നോ ഞാൻ ഒട്ടും എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്റെ അമ്മ ഓരോ കള്ളങ്ങൾ പടച്ചുണ്ടാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഈ അനന്തപുരി വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വരുന്നത്. ഇന്ന് ഞാൻ ഈ അനന്തപുരിയിൽ എന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്ന് അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. പിന്നീട് അങ്ങനെ അടുത്ത പേജുകൾ മറിച്ചുകൊണ്ട് തന്നെ ദേവേൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആദർശേട്ടന്റെ അമ്മ ഒരിക്കലും ഈ ജന്മം എന്നെ അംഗീകരിക്കില്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ആദർശേട്ടന്റെ അമ്മ എന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ആ അമ്മയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ആ അമ്മ എന്നെ അംഗീകരിക്കാത്തോടത്തോളം കാലം ആദർശേട്ടനും എനിക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല. അങ്ങനെ ദേവേനി വീണ്ടും വീണ്ടും ഓരോ ഏടുകൾ ഇങ്ങനെ മറിച്ച് വായിച്ചു നോക്കുന്ന സമയത്തിന് നയന ഓരോ ദിവസത്തെയും തന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളെല്ലാം തന്നെ അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും.
നയന എഴുതിയ ഓരോ വരികൾ വായിക്കുന്ന സമയത്ത് ദേവേനെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിൽ ഒരു വരി പോലും അതിൽ എഴുതിയതായിട്ട് ദേവേനെ കാണില്ല. ഇതെല്ലാം വായിക്കുന്ന സമയത്തിന് ദേവേനക്ക് ശരിക്കും കുറ്റബോധം തോന്നിപ്പോവാണ്. ഇത്രമാത്രം ക്രൂരമായിട്ട് നയനോട് പെരുമാറിയിട്ട് പോലും അവൾ ഒരിക്കലും തന്നോട് ദേഷ്യം മനസ്സിൽ വെച്ചിട്ടില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടോ ദേവേനിക്ക് കുറ്റബോധം തോന്നുന്നത്. വീണ്ടും ഏടുകൾ ഇങ്ങനെ മറിച്ച് വായിക്കണം ദേവയാനി. ഇന്ന് ആദർശേട്ടൻ എന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ പയ്യെ പയ്യെ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദർശേട്ടൻ അംഗീകരിച്ചാലും ഒരിക്കലും ആദർശേട്ടന്റെ അമ്മ എന്നെ അംഗീകരിക്കില്ല എന്ന് എന്നോട് തുറന്നടിച്ചു പറഞ്ഞു. എന്തായാലും ആദർശേട്ടന്റെ അമ്മ എന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ആ അമ്മയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നാൽ നയനയുടെ വരികൾ യാതൊരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറ്റബോധം തോന്നിപ്പോവാട്ടെ ദേവയാനിക്ക്. ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അതെ നയന ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ജീവിതത്തിൽ നയനയോടും ആദർശനോടും തെറ്റ് ചെയ്തത് താൻ തന്നെയാണോ എന്നിങ്ങനെ ചിന്തിക്കാട്ടെ ദേവയാനി. അങ്ങനെ വീണ്ടും വീണ്ടും നയനയുടെ ഡയറി കുറിപ്പെല്ലാം വായിച്ചു നോക്കുന്ന സമയത്തിന് നയനയുടെ ഭാഗത്തുള്ള സത്യസന്ധത എന്താണ് എന്നും നയനയിലെ നന്മ എത്രമാത്രമാണ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ദേവയാനി മനസ്സിലാക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ഏടുകളിങ്ങനെ മറിച്ചു നോക്കുന്ന സമയത്തിന് ദേവേനി ഹോസ്പിറ്റലിലായിരുന്ന ആ ഒരു സമയത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവസാന പേജിലായിട്ട് ആ ഒരു ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തു. അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എനിക്കത് എത്രമാത്രം സന്തോഷമായെന്നോ. അമ്മയ്ക്ക് ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാണ് എന്നൊക്കെ ആയിരിക്കട്ടെ നയന അതിൽ എഴുതി വെച്ചേക്കുന്നത്. എന്നാൽ ആ ഒരു വരി വായിച്ചതോടു കൂടി ദേവേന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി പോവാണ്. കാരണം തനിക്ക് ബ്ലഡ് തന്നതെല്ലാം തന്നെ നയനയാണ് എന്ന സത്യമെല്ലാം തന്നെ ദേവേനി മനസ്സിലാക്കും. പിന്നീട് വീണ്ടും ആ ഒരു പേജുകൾ ഇങ്ങനെ മറിച്ചു നോക്കുന്ന സമയത്തിന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇനി നാളെ മുതൽ എൻ്റെ ജീവിതം എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല. എൻ്റെ ജീവൻ പോയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മക്ക് കരൾ കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ഇനി ഈ ഒരു ഡയറി മുഴുവനായി എഴുതാൻ ഞാൻ ഇവിടെ ഈ ലോകത്തുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തിൽ എനിക്ക് ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോവാം. ഇനി ഒരു പക്ഷെ ആ ഓപ്പറേഷനോട് കൂടെ തന്നെ ഞാൻ അങ്ങ് മരിച്ചു പോയാൽ പോലും എൻ്റെ അമ്മ ഈ ഡയറി വായിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ വെറുതെ ഒന്ന് ആഗ്രഹിച്ചു പോവാണ്, ഇനിയെങ്കിലും എൻ്റെ അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. എന്നാൽ ഈ വരികളെല്ലാം വായിച്ചു തീരുന്നതിന് മുൻപേ ദേവേനെ ആ ഒരു ഡയറിയും കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിക്കരയാണ്. ഈ വരികളൊന്നും വായിച്ചിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലട്ടോ ദേവയാനിക്ക്. ദേവേനിയുടെ കണ്ണെല്ലാം കലങ്ങിക്കൊണ്ടതിന് അക്ഷരങ്ങളെല്ലാം അങ്ങനെ മായി മങ്ങുന്നത് പോലെയൊക്കെ തോന്നട്ടെ ദേവയാനിക്ക്. സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ദേവേൻ ഇങ്ങനെ കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരയാണ്. എന്നിട്ട് ദേവേൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എത്രമാത്രം മഹാപാപിയാണ് ഞാൻ, എത്രമാത്രം ദ്രോഹമാണ് ഞാൻ നയനമോളോട് ചെയ്തു കൂട്ടിയത്. എത്രമാത്രം ക്രൂരത ഞാൻ അവളോട് ചെയ്തിട്ട് പോലും ഒരു ദേഷ്യം പോലും അവൾ എന്നോട് കാണിച്ചിട്ടില്ല. ഇതിലും നല്ലൊരു പെൺകുട്ടിയെ എൻ്റെ മകൻ ഒരിക്കലും ഇനി ഭാര്യയായിട്ട് കിട്ടാനും പോകുന്നില്ല. എന്നാലും നയന എവിടെയാണ്? എനിക്ക് കരളും ബ്ലഡൊക്കെ പകർത്ത് നൽകിയിട്ട് അവൾ എവിടെ പോയി? അവൾ ഒരു പക്ഷേ ഇനി അവളുടെ വീട്ടിലേക്ക് തന്നെ പോയിരിക്കാവോ? അതെ, അതുകൊണ്ട് തന്നെയായിരിക്കും അവൾ ഇവിടെ നിന്നും അനന്തപുരിയിൽ നിന്നും മാറി നിന്നത്. അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ വാക്ക് കേട്ട് അവൾ ഒരിക്കലും ഇവിടെ നിന്നും ആദർശമോന്റെ അടുത്ത് നിന്നും മാറി നിൽക്കില്ല. എന്താണെങ്കിലും ആദർശ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതിന് ശേഷം സത്യങ്ങളെല്ലാം തന്നെ ആദർശിനോട് ചോദിച്ചു മനസ്സിലാക്കണമെന്നൊക്കെ തീരുമാനിക്കട്ടെ ദേവയാനി. അങ്ങനെ നയനയെ കണ്ടതിന് ശേഷം നയനയുടെ വീട്ടിൽ നിന്നും തിരിച്ച് ആദർശ് നേരെ അനന്തപുരിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ദേവയാനി ആദർശിനെ പോയി കാണുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു നേരെ അനന്തപുരിയിലേക്ക് വന്നതിന് ശേഷം അമ്മയെ കാണാൻ വേണ്ടി നേരെ ബെഡ്റൂമിലേക്ക് വരും. എന്നാൽ പെട്ടെന്ന് ആദർശിനെ കാണുന്ന സമയത്ത് ഡയറി ഒരിക്കലും ആദർശിനെ കാണിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് തലേന്റെ അടിയിൽ ഇങ്ങനെ പൂഴ്ത്തി വെക്കട്ടെ ദേവയാനി. എന്നിട്ട് ദേവയാനി ഒന്നും അറിയാത്തതുപോലെ തന്നെ ആദർശിനോട് ചോദിക്കുന്നുണ്ട്, മോനെ നയനക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിക്കും. അവൾ എന്താ ഇങ്ങോട്ടേക്ക് വരാത്തത്? അവൾ എന്തിനാ അവളുടെ വീട്ടിൽ പോയി താമസിക്കുന്നത്? എന്താ നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാട്ടോ. സത്യം പറ മോനെ, നയനക്ക് എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ദേവേനി ചോദിക്കുന്ന സമയത്തിന് ആദർശിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആദർശ ആകങ്ങനെ നടുങ്ങി നിന്ന് പോവാണ്. ആ സമയത്തിന് ദേവേനി പറയുന്നുണ്ട്, എനിക്ക് ഏതായാലും ഇപ്പൊ തന്നെ നയനെ കാണണമെന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വേണ്ടാമേ, അമ്മ ഇപ്പൊ അവളെ കാണാനൊന്നും പോവണ്ട. ഞങ്ങൾ ശബരിമലക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ അവളോട് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ അമ്മ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നത്. ഇനി ഏതായാലും ഞങ്ങൾ മലക്ക് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നോളൂ. ഞാൻ മല ചവിട്ടി വന്നതിന് ശേഷം ഞാൻ തന്നെ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നോളാം എന്നൊക്കെ പറയും. അമ്മ ആദ്യമായിട്ടില്ലേ അവളെ കാണണമെന്നൊക്കെ പറയുന്നത്. അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഏതായാലും അവളെ കൂട്ടിക്കൊണ്ടു വന്നോളാം. ഏതായാലും അമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് മെച്ചപ്പെടട്ടെ. അപ്പൊ ദേവേനി പറഞ്ഞിട്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോനെ, എനിക്ക് ഇപ്പൊ തന്നെ അവളെ പോയി കാണാം, ഞാൻ പറഞ്ഞതനുസരിക്ക് നീ എന്ന് പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, വേണ്ട അമ്മേ, അമ്മ ഇപ്പൊ യാത്രയൊന്നും ചെയ്യണ്ട, നല്ല റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് അമ്മ ഇപ്പൊ എങ്ങോട്ടേക്കും പോരണ്ടെന്നൊക്കെ പറയും. ഒന്നുകിൽ നീ എന്നെ നയനയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നീ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകാ എന്നിങ്ങനെ ദേവേനി പറയുന്ന സമയത്ത് തന്നെ ആദർശ് ആകെ പരിഭ്രാന്തിയോടുകൂടി തന്നെ ദേവേന്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ്. ആദർശ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഇതെന്താ പെട്ടെന്ന് അമ്മക്കൊരു മാറ്റം പോലെ, ഇനി ഒരു പക്ഷെ അമ്മ സത്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞു കാണുമോ?
അമ്മയുടെ കണ്ണുകളെല്ലാം കലങ്ങിയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കാണ് ആദർശ്. എന്താ അമ്മ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയ്ക്ക് എന്താ ഒരു മനമാറ്റം പോലെ? അമ്മയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മയുടെ കണ്ണുകളൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ദേവേനി പറഞ്ഞത്, എനിക്കൊരു കുഴപ്പമില്ലടാ മോനെ, ഏതായാലും ഞാൻ പറഞ്ഞത് ആദ്യം നീ അനുസരിക്ക്. എത്രയും പെട്ടെന്ന് നീ നയനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ അച്ഛനുണ്ടല്ലോ. ദേവേനെ ഒന്നും അറിയാത്ത മട്ടില്ല ആദർശനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും നെഞ്ചു നീറി പോവാട്ടോ ദേവേന്റെ. എന്നാൽ ദേവേന്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിങ്ങലോട് കൂടെ തന്നെ ആദർശ് അവിടെ നിന്നങ്ങ് പുറത്തേക്ക് പോകുന്ന സമയത്തിന് ദേവേനി വാതിലങ്ങ് കൊട്ടിയടക്കും. എന്നിട്ട് സങ്കടമെല്ലാം നെഞ്ചിലൊതുക്കിയ ദേവേനി അവിടെ നിന്നങ്ങ് പൊട്ടിക്കരയാണ്. ദേവേന്റെ സങ്കടം തീരുന്നത് വരെ തന്നെ താൻ ഇത്രകാലം നയനോട് ചെയ്ത ക്രൂരതയെല്ലാം ചിന്തിച്ചു കുറ്റബോധത്തോടെ അങ്ങനെ നെഞ്ചു നീര് വിങ്ങിപ്പൊട്ടി കരയാട്ടോ ദേവയാനി. പിന്നീട് ജയൻ വന്നിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ദേവേനി വാതിൽ തുറന്നു കൊടുക്കുന്നത്. ജയൻ വന്ന് ചോദിക്കുന്നതിന്, എന്ത് പറ്റി ദേവേനി നിനക്ക്? നീ എന്തിനെങ്ങനെ വാതിലടച്ചിരിക്കുന്നത്? അല്ല ദേവേനി, നീ എന്താ കരഞ്ഞോ എന്നിങ്ങനെ ജയൻ ചോദിക്കുന്ന സമയത്തിന്റെ ദേവേനി പറയുന്നത്, അല്ല ജയേട്ടാ, എനിക്ക് തെറ്റ് പറ്റിയോ എന്നൊരു സംശയം. എന്ത് തെറ്റ്? എന്താണോ ഇപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ തോന്നാൻ കാരണം എന്നൊക്കെ ചോദിക്കാണ് ജയൻ. അല്ല, നയനെ ഞാൻ ഇത്ര കാലം മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നൊരു സംശയം. ഇത്രകാലം ഞാൻ ഒരു കാരണമില്ലാതെ അവൾ എന്നിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു. അപ്പൊ ജയൻ പറഞ്ഞത്, അത് തന്നെയാണ് ദേവേനെ ഞാനും നിന്നോട് പറയുന്നത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദർശിന് പോലും നയനോട് എത്രമാത്രം ദേഷ്യമായിരുന്നു. പക്ഷേ നയനമോളിലെ നന്മ മനസ്സിലാക്കിയ ആദർശ് പിന്നീട് അവളെ സ്നേഹിച്ചു തുടങ്ങി. ഇനി നീ എന്ന ദേവേനി അവളെ മനസ്സിലാക്കുന്നത് എന്നിങ്ങനെ ജയൻ ചോദിക്കുന്ന സമയത്തിന്റെ ദേവേനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്, എനിക്ക് തെറ്റുപറ്റി ജയേട്ടാ. എന്നിട്ട് ആ ഒരു ഡയറിയും കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ദേവേനെ പറഞ്ഞിട്ട്, നയനമോൾ എഴുതി വെച്ചേക്കുന്ന ഈ ഡയറിയാണ് എന്നെ കണ്ണു തുറപ്പിച്ചത്. എന്നിട്ട് ദേവേനെ ആ ഡയറി ഇങ്ങനെ ജയന്റെ നേർക്ക് നീട്ടുന്ന സമയത്തിന് ജയൻ പറഞ്ഞിട്ട്, ദേവേനി ഈ ഡയറി വായിച്ചു നോക്കാതെ തന്നെ നയനമോളുടെ മനസ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യങ്ങളെല്ലാം ഇതോടുകൂടെ തന്നെ നിനക്ക് ബോധ്യപ്പെട്ടു കാണുമില്ലേ? എന്താ നിനക്ക് നയനമോളെ കാണണോ? എങ്കിൽ പിന്നെ നീ ഇപ്പൊ തന്നെ നയനമോളേക്ക് പോയി കണ്ടിട്ട് വരൂ എന്നൊക്കെ പറയും. സത്യമെല്ലാം നിനക്ക് മനസ്സിലായെങ്കിൽ, നിനക്ക് അവളെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ നീ ഇപ്പൊ തന്നെ നയനമോളെ വിളിച്ച് സംസാരിക്കണം. നിന്റെ വിളിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ അവൾ. എന്തെങ്കിലും ഒരിക്കൽ നീ അവളെ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് അവൾ ഓരോ ദിവസം എണ്ണി നീക്കുന്നത് എന്നൊക്കെ പറയട്ടെ ജയൻ. അപ്പൊ ദേവേനി ചോദിക്കുന്നുണ്ട്, ജയേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ജേട്ടൻ സത്യം പറയണം. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കരള് തന്നതും എനിക്ക് ബ്ലഡ് തന്നതും എന്നെ സഹായിച്ചതെല്ലാം നയനമോളല്ലേ എന്ന് ചോദിക്കും. എന്നാൽ പെട്ടെന്ന് ജയൻ ഇത് കേൾക്കുന്ന സമയത്തിന് ഒരു ഞെട്ടലായിരിക്കും. എങ്കിലും ജയൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതേ ദേവേനെ, നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് നയനമോള്. നിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരേ ഒരു പങ്ക് വഹിച്ചത് നയനമോള് മാത്രമാണ്. ഞങ്ങളുടെ ആരെയും നിർബന്ധം കൊണ്ടൊന്നല്ല, നയനമോളുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് അവൾ നിന്നെ സഹായിച്ചത് എന്നൊക്കെ പറയട്ടെ ജയൻ. അവളല്ലാതെ പിന്നെ ആരാണ് ദേവേനെ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത്? അവൾ മാത്രമേ ആ സാഹചര്യത്തിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായുള്ളൂ. അത്രമാത്രം നന്മയുള്ള കുട്ടിയാണ് നയനമോള്. നിന്നെ അത്രമാത്രം ആ കുട്ടി സ്നേഹിക്കുന്നുണ്ട്. നിന്നെ അമ്മയുടെ സ്ഥാനത്ത് മാത്രം തന്നെയാണ് അവൾ കാണുന്നത്. സ്വന്തം ജീവൻ പോയാലും തന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്നാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ പോലും നയനമോള് പറഞ്ഞിരുന്നത്. അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്ന നയനമോളെയാണ് നീ ഇത്രകാലം അകറ്റി നിർത്തിയത്. പിന്നെ ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കണം ദേവാ, നീ സ്വന്തം മരുമകളെ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് അടക്കി പിടിച്ചിരിക്കുന്ന ആ അനാമികയില്ലേ, അവൾ നിനക്കൊരു തുള്ളി രക്തം പോലും തന്നിരുന്നില്ല. അവളോട് ഒരു തുള്ളി രക്തം തരാൻ പറഞ്ഞപ്പോഴേക്കും ഒരു തുള്ളി രക്തം തരാൻ മടിച്ചുകൊണ്ടാണ് അവൾ ആ ഹോസ്പിറ്റൽ പരിസരത്ത് പോലും പിന്നീട് കാണാതിരുന്നത്. എന്നാൽ ജയന്റെ വാക്കെല്ലാം കേട്ടതോടുകൂടി തന്നെ നയനാണ് തന്നെ സഹായിച്ചത് എന്നും തനിക്ക് ബ്ലഡും കരളൊക്കെ തന്ന് സഹായിച്ച ആ ഒരു പെൺകുട്ടി നയനയാണെന്ന് അറിഞ്ഞതോടുകൂടെ തന്നെ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നീര് വിങ്ങി പൊട്ടി നിൽക്കുന്ന ദേവേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അതിനുശേഷം ദേവേനി നയനെ കാണാൻ പോകുന്നതും നയനെ എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടുള്ള എപ്പിസോഡൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.